പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം പ്രഭാഷകൻ്റെ പുസ്തകം 29-ാം അധ്യായത്തിൽ 2-ാമത്തെ തിരുലിഖിതം. നന്ദിഹീനൻ തന്നെ രക്ഷിച്ചവനെ കൈവെടിയുന്നു. നന്ദിഹീനൻ തന്നെ രക്ഷിച്ചവനെ കൈവെടിയുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഒരു നിമിഷം ഇന്ന് ദൈവം നമുക്ക് നൽകുന്ന തിരുലിഖിതങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങാനും ഈ വചനങ്ങളാൽ നമ്മുടെ ജീവിതങ്ങൾ വിശുദ്ധീകരിക്കപ്പെടാനും നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തിന്മയുടെയും അനർത്ഥങ്ങളുടെയും ആധിപത്യങ്ങൾ നീങ്ങിപ്പോകാനും ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ഈ വചനങ്ങൾ കേട്ട് ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരുത്തുവാൻ അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ടവരായ ഓരോ മകനെയും മകളെയും ഈ നിമിഷങ്ങളിൽ ലോകത്തെമ്പാടും നടക്കുന്ന എല്ലാ ആത്മീയ ശുശ്രൂഷകളുടെ കൂട്ടായ്മയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്ന അനുഗ്രഹിക്കണമേ പിതാവേ. ഹൃദയങ്ങളെ തുറക്കണമേ. വചനം കേൾക്കാൻ ദാഹം നൽകണമേ. ആത്മീയ ശുശ്രൂഷകളിലൂടെയുള്ള അഭിഷേകത്താൽ ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരെ വിശുദ്ധീകരിക്കണമേ.
ദൈവമേ അവിടുത്തെ ആത്മാവിനെ നിവേശിപ്പിക്കണമേ. അന്ധകാരമുള്ളിടത്ത് പ്രകാശം ഉണ്ടാകട്ടെ, പാപം ഇരിക്കുന്നിടത്ത് വിശുദ്ധി ഉണ്ടാകട്ടെ, പ്രാർത്ഥനയില്ലാത്തടത്ത് സ്വർഗീയമായ പ്രാർത്ഥനാഭിഷേകം നിറയട്ടെ. ഹാലലുയ 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 ഹാലലുയ. ഈ നിമിഷങ്ങളിൽ എല്ലാ കുടുംബങ്ങളിലേക്കും ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. ഈ സ്വരത്തിൽ ഈ ശുശ്രൂഷകൾ പങ്കുചേർത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരിലേക്കും ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. ഹാലലുയ ഹാലലുയ ഹാലലുയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹാലലുയ. പ്രൈസ് ദ ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കണം. കടം വാങ്ങിച്ചാൽ സമയത്തിന് തിരിച്ചു കൊടുക്കണം. ഇത് തിരുവചനം നൽകുന്ന ഒരു കൽപ്പനയാണ്. കടം വാങ്ങിച്ചാൽ സമയത്തിന് തിരിച്ചു നൽകണം. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 29-ാം അധ്യായത്തിൽ 2-ാമത്തെ തിരുലിഖിതം. ഒരു ദിവസം ഒരു ദൈവ പൈതൽ വളരെ വേദനയോടെ പങ്കുവെച്ച ഒരു ദുഃഖിപ്പിക്കുന്ന ഒരു അനുഭവമുണ്ട്. ആ കുടുംബത്തിൽ മകളുടെ കല്യാണത്തിന് വേണ്ടി വെച്ചിരുന്ന ലക്ഷക്കണക്കിന് രൂപ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തൊരു അയൽവാസിക്ക് കഠിനമായൊരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ പരസ്നേഹത്തിൻ്റെ പുറത്ത് എടുത്തു കൊടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യൻ ഈ പണം കൊണ്ട് അയാളുടെ ആവശ്യങ്ങളെല്ലാം നടത്തി. അതിനുശേഷം ഈ മനുഷ്യൻ്റെ മകളുടെ കല്യാണത്തിന് വേണ്ടി വെച്ചിരുന്ന പണം ഈ മനുഷ്യൻ്റെ മകളുടെ കല്യാണത്തിന് വേണ്ടി തിരിച്ചു കൊടുത്തില്ല. ഈ മനുഷ്യൻ ആ പണം കിട്ടാത്തത് നിമിത്തം, സാമ്പത്തികമായ നിർധനത നിമിത്തം കല്യാണം നടത്താൻ പറ്റാതെ ആ വ്യക്തിയുടെ ആ കുടുംബത്തിൽ ആ മകളുടെ കല്യാണം നടക്കാതെ വിഷമിക്കുകയാണ്. മാത്രമല്ല, ഈ കുടുംബനാഥൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ഛാ, എനിക്ക് 2 പെൺമക്കളാണ്. അനിയത്തിയുടെ ഏറ്റവും ഇളയ കുട്ടിയുടെ നേഴ്സിംഗ് പഠനം പൂർത്തിയാക്കാൻ പറ്റാതെ വീട്ടിൽ വന്ന് നിൽക്കുന്നുണ്ട്. മൂത്ത കുട്ടിയുടെ കല്യാണം നടക്കാതെ വീട്ടിൽ നിൽക്കുന്നുണ്ട്. ഈ 2 കുട്ടികളുടെ കണ്ണുനീര് കണ്ടുകൊണ്ടാണ് ഞാനും എൻ്റെ ഭാര്യ ഇരിക്കുന്നത്. ആ മനുഷ്യൻ പണം തന്നിരുന്നെങ്കിൽ ആ ഇളയ കുട്ടിയുടെ പഠനമെങ്കിലും പൂർത്തിയാക്കാമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ആ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾ ആ ചേട്ടനോട് പണം ചോദിച്ചില്ലേ, തിരിച്ച് ചോദിച്ചില്ലേ? അപ്പോൾ പറഞ്ഞു, തിരിച്ച് ചോദിച്ചു അച്ഛാ. ചോദിച്ചപ്പോൾ അയാൾ പറയണത്, അടുത്ത മാസം തരാം, 3 മാസം കഴിയുമ്പോൾ തരാം, 6 മാസത്തിനുള്ളിൽ തരാം, സ്ഥലം വിൽക്കുമ്പോൾ തരാം. ഇങ്ങനെ ഓരോരോ ഒഴിവ് കഴിവുകൾ അയാൾ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മനുഷ്യൻ വീണ്ടും വെളിപ്പെടുത്തിയ കാര്യമുണ്ട്. അച്ഛാ, അയാൾക്ക് സ്ഥലം വിൽക്കാനുണ്ടെന്ന് പറഞ്ഞാൽ ആ സ്ഥലം അയാൾ വിറ്റു. ഇപ്പോൾ ലക്ഷക്കണക്കിന് ഉറുപ്പിക ചെലവഴിച്ച് അദ്ദേഹത്തിന് വേണ്ടി ഒരു മണിമന്ദിരം പണിത്, ഒരു ബംഗ്ലാവ് പോലൊരു കൊട്ടാരം പണിത് അതിലേക്ക് അദ്ദേഹം താമസം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ 2 മക്കൾ കണ്ണുനീരിൽ കുതിർന്ന് ഞങ്ങളുടെ കൺമുമ്പിൽ നിന്ന് വേദനിക്കുന്ന ഞങ്ങൾ കാണുകയാണ് അച്ഛാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ മനുഷ്യൻ ഏറ്റവും അവസാനം ഈ കുടുംബത്തോട് പറഞ്ഞെങ്ങനെയാണ്, അത് മനസ്സുള്ളപ്പോൾ തരും, കിട്ടുമ്പം കിട്ടുന്ന പോലെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മേടിച്ചോ, ഇങ്ങനെയുള്ള തൻ്റെ അടുത്തരം പറഞ്ഞ് അവരെ ഇറക്കി വിട്ടുവെന്നാണ് ഞാൻ കേട്ടത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനെയുള്ള ദുഷ്ടത ഇന്ന് ലോകത്ത് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ദൈവവചനം പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 29-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് പറയുന്നത് പ്രകാരമാണ്, കടം കിട്ടുന്നത് വരെ അയൽക്കാരൻ്റെ കൈ ചുംബിക്കുകയും അവൻ്റെ ധനത്തെപ്പറ്റി പുകഴ്ത്തി പറയുകയും ചെയ്യുന്നവരുണ്ട്. കടം വീട്ടാറാകുമ്പോൾ താമസിപ്പിക്കുകയും നിരർത്ഥകമായ വാഗ്ദാനം നൽകുകയും സമയം പോരെന്ന് പരാതി പറയുകയും ചെയ്യുന്നു. നിർബന്ധം ചെലുത്തിയാലും കടം കൊടുത്തവന് കഷ്ടിച്ച് പകുതിയെ തിരിച്ചു കിട്ടുകയുള്ളൂ. അത് അവൻ ഭാഗ്യമായി കരുതും. നിർബന്ധിച്ചില്ലെങ്കിൽ കടം വാങ്ങിയവൻ പണം അപഹരിച്ചത് തന്നെ. നിന്ദയും ശാപവർഷവും കൊണ്ടായിരിക്കും അവൻ കടം വീട്ടുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് ദൈവവചനം പറഞ്ഞെങ്ങനെയാണ്, ഇത്തരം ദുഷ്ടത നിമിത്തം. ദൈവവചനം ഇങ്ങനെയുള്ള പ്രവൃത്തിയെ വിളിക്കുന്ന വാക്കാണ് ദുഷ്ടത. ആ മനുഷ്യൻ ദുഷ്ടതയാണ് പ്രവർത്തിക്കുന്നത്. കടം വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാതെ പണമുണ്ടാകുമ്പോൾ അവനവൻ്റെ കാര്യങ്ങൾ നടത്തി പോകുന്ന ഓരോ വ്യക്തിയും ദുഷ്ടത പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. അവർ ദുഷ്ടതയാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ദുഷ്ടത ദൈവത്തിൻ്റെ അപ്രീതിക്ക്, ദൈവത്തിൻ്റെ അംഗീകാരമില്ലാത്ത നടപ്പാണെന്ന് തിരുലിഖിതങ്ങൾ വെളിപ്പെടുത്തി തരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പണം വാങ്ങിച്ചതായാലും, നിങ്ങൾ വസ്തുവകകൾ വാങ്ങിച്ചതാണെങ്കിലും, നിങ്ങൾ പാത്രങ്ങൾ കടം വാങ്ങിച്ചതാണെങ്കിലും, നിങ്ങൾ പുസ്തകങ്ങൾ കടം വാങ്ങിച്ചതാണെങ്കിലും, നിങ്ങൾ എന്തു തന്നെ വസ്തുക്കൾ കടം വാങ്ങിച്ചതാണെങ്കിലും ആ വസ്തുക്കൾ സമയത്തിന് തിരിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. കടം വാങ്ങിച്ചത് സമയത്തിന് തിരിച്ചു കൊടുക്കണം. പണമാകട്ടെ, മാലയാകട്ടെ, വസ്തുക്കളാകട്ടെ, പറമ്പാകട്ടെ, എന്തുമാകട്ടെ, നിങ്ങൾ എന്ത് കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും സമയത്തിന് കടം തിരിച്ചു കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു അനുഭവം നിങ്ങളോട് പറയാം. ഇങ്ങനെ കടം വാങ്ങിച്ചിട്ട്
കടം തിരിച്ചു കൊടുക്കാതിരുന്നാൽ അത് അവനവൻ്റെ കുടുംബത്തിന് തന്നെ നാശം വരുത്തുന്നതെന്ന് തിരുലേഖനങ്ങൾ പഠിപ്പിക്കുകയാണ്. സുഭാഷിതങ്ങൾ 15-ാം അധ്യായത്തിൽ 27-ാം വാക്യം വചനം പഠിപ്പിക്കുന്നു, നീതിരഹിതമായ നേട്ടം ആഗ്രഹിക്കുന്നവൻ സ്വന്തം കുടുംബത്തെ ദ്രോഹിക്കുന്നു. നീതിരഹിതമായ നേട്ടം ആഗ്രഹിക്കുന്നവൻ സ്വന്തം കുടുംബത്തെ ദ്രോഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദിവസം അച്ഛൻ ഒരു ഇടവകയെ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ ആ ഇടവകയിലെ ദാരുണമായ ഒരു ദയനീയമായൊരു കുടുംബത്തെ കാണുവാൻ ഇടവന്നു. ആ കുടുംബത്തിൽ അച്ഛൻ വെഞ്ചിരിപ്പിന് വേണ്ടി കടന്നു ചെന്നപ്പോൾ ആ കുടുംബനാഥൻ വീടിൻ്റെ ഉമ്മറപ്പടിയിൽ വളരെ സങ്കടത്തോടെ താടിക്ക് കൈയും കൊടുത്ത് കൂനി കൂടി ഇരിക്കുന്നതാണ് കണ്ടത്. 10-30 ഏക്കർ തെങ്ങും തോട്ടത്തിന് നടുവിൽ ഒരു വലിയൊരു ഭവനത്തിൽ ഒരു കുടുംബനാഥൻ, ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ മാത്രം അങ്ങനെ വിഷണ്ണനായി വിഷാദിച്ചിരിക്കുകയാണ്. ഞാൻ നോക്കുമ്പോൾ ആ തെങ്ങും തോട്ടത്തിൽ തേങ്ങയെല്ലാം അങ്ങനെ വീണ് പറമ്പിൽ തേങ്ങ വീണ് കിടക്കുകയാണ്. ഞാൻ ചോദിച്ചു, അപ്പച്ച ഈ തേങ്ങയൊന്നും പെറുക്കാൻ ഇവിടെ ആളില്ലേ? ഈ തെങ്ങിൽ നിന്ന് തേങ്ങ ഇടിക്കാൻ ഇവിടെ ആളില്ലേ? ആ അപ്പച്ചൻ പറഞ്ഞു, ഈ തെങ്ങും ഈ തേങ്ങയും ഈ പണമൊക്കെ ആർക്ക് വേണച്ചാ? ഹല്ലേലൂയ. ഞാൻ ആ കുടുംബത്തെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചു. മക്കളില്ലേ, മക്കൾ എവിടെയാണ്, എല്ലാ കാര്യങ്ങളും ഞാൻ വിശദമായി അന്വേഷിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ അപ്പൻ്റെ കൂടെ 7 മക്കളോട് കൂടെ ഈ അപ്പന് 7 മക്കളും കൂടി ഈ മലബാറിൻ്റെ ഭാഗത്തേക്ക് കുടിയേറിയതാണ്. അവിടെ വന്ന് 30 ഏക്കർ സ്ഥലം വാങ്ങിച്ച് ആ 30 ഏക്കർ തെങ്ങും തൈകൾ വെച്ച് വലിയൊരു തെങ്ങും തോട്ടം അവർ പിടിപ്പിച്ചു. ഈ അപ്പന് ഒരു പെൺകുട്ടിയും ബാക്കി 6 ആൺകുട്ടികളുമാണ്. ഇങ്ങനെ ഈ കുടുംബം മുഴുവൻ ആ പറമ്പിൽ അധ്വാനിച്ച് തെങ്ങൊക്കെ നന്നായി വളർത്തിയെടുത്തു. അപ്പോൾ തൊട്ടടുത്ത് 5 ഏക്കറുള്ള ഒരു കുടുംബം താമസിക്കുന്നുണ്ട്. 5 ഏക്കറുള്ള കുടുംബത്തിന് 3 പെൺകുട്ടികളാണ്. അതുകൊണ്ട് പറമ്പിൽ പണിയാൻ ആളില്ലാത്തതുകൊണ്ട് ഈ 5 ഏക്കർ കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഈ കുടുംബനാഥൻ ആ 5 ഏക്കറുകാരനോട് പറഞ്ഞു, ഞങ്ങൾക്ക് കപ്പയിടാൻ സ്ഥലമില്ല, 2 ഏക്കർ സ്ഥലം കപ്പയിടാൻ തരിക. ആ 5 ഏക്കറുകാരൻ സന്തോഷത്തോടെ 2 ഏക്കർ കൊടുത്തു. ആ 2 ഏക്കർ നിങ്ങൾ തെളിഞ്ഞു കിട്ടുമല്ലോ. അങ്ങനെ ആ 2 ഏക്കർ വെട്ടി തെളിച്ച് ഇവർ കപ്പയിട്ടു. കുറേ വർഷങ്ങൾ അങ്ങനെ കപ്പയിട്ട് കഴിഞ്ഞ് ഈ 30 ഏക്കറുകാരൻ ഈ 2 ഏക്കറും കൂടെ 30 ഏക്കറോട് കൂടി ചേർത്ത് 32 ഏക്കറാക്കി. ഉടനെ ഈ 5 ഏക്കറുകാരൻ ചെന്ന് പറഞ്ഞു, എൻ്റെ 2 ഏക്കർ ഞാൻ പാട്ടത്തിന് തന്നതല്ലേ, അത് നിങ്ങളെ സ്വന്തമാക്കി എടുക്കാൻ പാടില്ല. അപ്പോൾ ഈ 30 ഏക്കറുകാരൻ അയാളെ വിരട്ടി ഓടിക്കുകയും അയാളെ പലതരത്തിലുള്ള ചീത്ത വിളിക്കുകയും അയാളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്തു. അങ്ങനെ പല മധ്യസ്ഥന്മാരും ഇടപെട്ടെങ്കിലും ഈ 30 ഏക്കറുകാരൻ ആ 2 ഏക്കർ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അങ്ങനെ നാട്ടുകാർ കേസ് നടപടികൾക്കും നിയമ നടപടികൾക്കും വേണ്ടി ഈ 5 ഏക്കറുകാരനെ നിർബന്ധിച്ചു. ഈ 5 ഏക്കറുകാരൻ നല്ലൊരു വിശ്വാസിയായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ സഹോദരനോട് വെറുപ്പ് വെച്ച് കേസ് നടത്തി അദ്ദേഹം എന്നിൽ നിന്ന് പിടുങ്ങിയെടുത്തത് അദ്ദേഹത്തിൽ നിന്ന് ബലം പ്രയോഗിച്ച് ഞാൻ തിരിച്ചു വാങ്ങുകയില്ല. അദ്ദേഹം എൻ്റെ 2 ഏക്കർ എടുക്കുകയാണെങ്കിൽ എടുത്തോട്ടെ, ബാക്കി 3 ഏക്കർ വിറ്റ് അയാളും അദ്ദേഹത്തെ 3 പെൺകുട്ടികളും കൂടെ മലബാറിൽ മറ്റൊരു പ്രദേശത്തേക്ക് പോയി അവിടെ താമസം ആരംഭിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ദുഷ്ടൻ നിങ്ങളുടെ എന്തെങ്കിലും വസ്തുക്കൾ വഞ്ചിച്ചെടുക്കുമ്പോൾ നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി ആ വഞ്ചന സ്നേഹപൂർവ്വം സഹിച്ചാൽ ദൈവം നിങ്ങളുടെ നഷ്ടകഷ്ടങ്ങൾക്ക് പരിഹാരം ചെയ്ത് നിങ്ങളെ ഉയർത്തുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ 5 ഏക്കറുകാരൻ ആ ബാക്കിയുണ്ടായിരുന്ന 3 ഏക്കർ വിറ്റ് പോയി. തുടർന്ന് അദ്ദേഹത്തിന് നല്ല ഉയർച്ചയുടെ കാലം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ 3 പെൺകുട്ടികളും പഠിച്ചു ഉയർന്ന് 3 വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ന് വലിയ സാമ്പത്തികമായ നല്ല സ്ഥിതിയിൽ ആ കുടുംബം മലബാറിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ഈ 30 ഏക്കറുകാരന് വലിയ തകർച്ചയുണ്ടായി. അദ്ദേഹത്തിൻ്റെ തെങ്ങുതോട്ടം എല്ലാം വളർന്ന് തെങ്ങുകളൊക്കെ നന്നായിട്ട് കായ്ക്കാൻ തുടങ്ങി. ആ 2 ഏക്കറിലും അദ്ദേഹം തെങ്ങ് പിടിപ്പിച്ചു. അങ്ങനെ നന്നായിട്ട് ആ പ്രദേശത്ത് നല്ല ഒരു തോട്ടമായി അത് മാറി. പക്ഷേ അത് അനുഭവിക്കാൻ അയാൾക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിൽക്കാനില്ലായിരുന്നു. ഇത് ഞാൻ ചെല്ലുമ്പോൾ ഒറ്റ മക്കളും അദ്ദേഹത്തിൻ്റെ വീട്ടിലില്ല. 6 ആൺമക്കളും ഭ്രാന്ത് പിടിച്ച് ആ ഇടവക തന്നെയുണ്ട്. ആ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ഭ്രാന്ത് പിടിച്ച് അവിടെ തന്നെയുണ്ട്. 7 മക്കളും ഭ്രാന്ത് പിടിച്ച് നടക്കുന്നത് കണ്ടുകൊണ്ടൊരു അപ്പൻ ജീവിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് തന്നെയാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളിങ്ങനെ വാങ്ങിച്ചത് തിരിച്ചു കൊടുക്കാതെ പിടുങ്ങി ഉണ്ടാക്കിയാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ നിങ്ങൾക്ക് കിട്ടുകയില്ല. ജോബിൻ്റെ പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൽ 10-ാമത്തെ വാക്യത്തിൽ വചനം പഠിപ്പിക്കുകയാണ്, അവൻ്റെ മക്കൾ ദരിദ്രരുടെ കാരുണ്യം യാചിക്കും, അവൻ്റെ പാർപ്പിടം അവനെ ദർശിക്കുകയില്ല, അവൻ്റെ സമ്പത്ത് അവൻ തന്നെ തിരിച്ചു കൊടുക്കും. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ വായിൽ ഇത് മധുരിക്കുന്നുണ്ടാകാം, നാളെ ഉദരത്തിലെത്തുമ്പോൾ ഇത് സർപ്പവിഷമായി പരിണമിക്കും. നീ വിഴുങ്ങിയത് നീ തന്നെ ഛർദ്ദിക്കാൻ ഇടവരുത്തുമെന്ന് തിരുവചനങ്ങൾ പഠിപ്പിക്കുകയാണ്. ജോബിൻ്റെ പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൽ 15-ാമത്തെ വാക്യം, വിഴുങ്ങിയ സമ്പത്ത് അവൻ തന്നെ ഛർദ്ദിക്കുന്നു,
ദൈവം അവൻ്റെ ഉദരത്തിൽ നിന്ന് അത് പുറത്തു കൊണ്ടുവരുന്നു. രുചി ആസ്വദിക്കാൻ വേണ്ടി ഇറക്കാതെ വായിൽ സൂക്ഷിച്ചാലും ഉദരത്തിലെത്തുമ്പോൾ അത് സർപ്പവിഷമായി പരിണമിക്കുന്നു. ഉദരത്തിലെത്തുമ്പോൾ അത് സർപ്പവിഷമായി പരിണമിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കടം വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കണം. കടം വാങ്ങിച്ചത് തിരിച്ചു കൊടുക്കണം. അത് ഭൂമിയാണെങ്കിലും സ്വർണമാണെങ്കിലും പുസ്തകങ്ങളാണെങ്കിലും വസ്തുവകളാണെങ്കിലും കാസറ്റുകളാണെങ്കിലും പണമാണെങ്കിലും എന്തു തന്നെയാണെങ്കിലും കടം വാങ്ങിച്ചത് സമയത്തിന് തിരിച്ചു കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കടം വാങ്ങിച്ചത് തിരിച്ചു കൊടുക്കാതെ കിട്ടിയ മേടിച്ചതെന്ന് പറഞ്ഞ് കടം വാങ്ങിച്ച് അനുഭവിച്ചിട്ട് അതൊരു മിടുക്കെന്ന് പറഞ്ഞ് നടക്കുന്നത് ദൈവസന്നിധി ദുഷ്ടതയാണ്. അങ്ങനെ ദുഷ്ടത പ്രവർത്തിക്കുന്ന ഒരു പൈതലാണ് നീ എങ്കിൽ ദൈവത്തിൻ്റെ വചനം ജോബിൻ്റെ പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നു, ദുഷ്ടൻ തൻ്റെ വിസർജന വസ്തു പോലെ നശിച്ചു പോകും. ദുഷ്ടൻ തൻ്റെ വിസർജന വസ്തു പോലെ നശിച്ചു പോകും. അവൻ ഉയർന്നുയർന്ന് അവൻ്റെ തോളുകൾ ആകാശത്ത് ഉരുമി നിന്നാലും അവൻ തൻ്റെ വിസർജന വസ്തു പോലെ നശിച്ചു പോകും. ഇത് തിരുവചനം പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോബിൻ്റെ പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൽ 24-ാമത്തെ വാക്യം, ജോബ് 20:24 വചനം പഠിപ്പിക്കുന്നു, ഇരുമ്പായുധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോൾ പിച്ചള അസ്ത്രം വന്ന് തറഞ്ഞു കയറും. ഇരുമ്പായുധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോൾ പിച്ചള അസ്ത്രം വന്ന് തറഞ്ഞു കയറുന്നു. അതിൻ്റെ തിളങ്ങുന്ന മുന പിത്തഗ്രന്ഥിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഒരു സ്ഥലത്തുനിന്ന് ഒരു ഉപദ്രവം വരുന്നത് കാണുമ്പോൾ, ഒരു കടബാധ്യത വരുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു മാരകരോഗം വരുന്നത് കാണുമ്പോൾ, അതോ അല്ലെങ്കിൽ ഒരു അനർത്ഥം വരുന്നത് കാണുമ്പോൾ, ഒരു ബുദ്ധിമുട്ട് ഒരു ഭാഗത്തു നിന്ന് വരുന്നത് കാണുമ്പോൾ ആ ബുദ്ധിമുട്ടിനെ ഒഴിവാക്കാൻ വേണ്ടി മറ്റൊരു ഭാഗത്തേക്ക് തിരിഞ്ഞാൽ, മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങിയാൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു, നീ ഇരുമ്പായുധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോൾ പിച്ചള അസ്ത്രം വന്ന് നിന്നിൽ തറഞ്ഞു കയറുന്നു. അത് നിൻ്റെ പിത്തഗ്രന്ഥി വരെ ഇറങ്ങി നിൻ്റെ അടിത്തറ വരെ കലക്കിയതിന് ശേഷമേ അതിൻ്റെ മുന പുറത്തേക്ക് വരികയുള്ളൂ. അതിൻ്റെ തിളങ്ങുന്ന മുന പിത്തഗ്രന്ഥിയിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നീതിരഹിതമായ നേട്ടം ആഗ്രഹിക്കുന്നവൻ, കടം വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാതെ കിട്ടിയ മേടിച്ച എന്ന മനോഭാവത്തോടെ ജീവിക്കുന്നവർ, കടം വാങ്ങിച്ചിട്ട് കൊടുക്കാതെ ഒരു മിടുക്കെന്ന് വിചാരിച്ച് നടക്കുന്നവർ, നീതിരഹിതമായ നേട്ടം ആഗ്രഹിക്കുന്നവർ സ്വന്തം കുടുംബത്തെ തന്നെ ദ്രോഹിക്കുന്നു. സ്വന്തം കുടുംബത്തിൻ്റെ അടിത്തറയെ തന്നെ ദുർബലമാക്കിക്കൊണ്ടിരിക്കുന്നു. സ്വന്തം പിൻതലമുറയെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വചനം വീണ്ടും പഠിപ്പിക്കുകയാണ്. അവൻ്റെ ഭവനത്തിൽ ഒത്തിരി സമ്പാദ്യങ്ങൾ ഉണ്ടായേക്കാം. അവൻ്റെ കൈവശം ഒരുപാട് സമ്പാദ്യങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ തിരുലിഖിതം പഠിപ്പിക്കുകയാണ്, അത് കള്ളനും കവർച്ചക്കാർക്കും വേണ്ടി വിട്ടുകൊടുക്കപ്പെട്ടിരിക്കുന്നു. ജോബിൻ്റെ പുസ്തകത്തിൽ 20-ാമത്തെ അധ്യായത്തിൽ 27-28 വാക്യങ്ങൾ, ആകാശം അവൻ്റെ അനീതികളെ വെളിപ്പെടുത്തും, ഭൂമി അവനെതിരെ ഉയരും, അവൻ്റെ ഭവനത്തിലെ സമ്പാദ്യങ്ങൾ കവർച്ച ചെയ്യപ്പെടും. അവൻ്റെ ഭവനത്തിലെ സമ്പാദ്യങ്ങൾ കവർച്ച ചെയ്യപ്പെടും. നിങ്ങൾ ഇന്ന് എത്രമാത്രം ശേഖരിച്ച് കൂട്ടിവെച്ചാലും നിങ്ങളുടെ അടിസ്ഥാന സ്വഭാവം വാങ്ങിച്ചിട്ട് കൊടുക്കാത്ത സ്വഭാവമാണെങ്കിൽ, കടം വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാത്ത സ്വഭാവമാണെങ്കിൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതാ ദൈവത്തിൻ്റെ വചനം ഒരു ദൂത് നിങ്ങളെ ഇന്ന് അറിയിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം എന്താ? ഒരു ദൈവിക ദൂത് ഇന്ന് നമുക്ക് നൽകുകയാണ്. വചനം പഠിപ്പിക്കുന്നു, അവൻ്റെ ഭവനത്തിലെ സമ്പാദ്യങ്ങൾ കവർച്ച ചെയ്യപ്പെടും. കള്ളനും കൊള്ളക്കാർക്കുമായി വിട്ടുകൊടുക്കപ്പെട്ടിരിക്കുന്ന സമ്പത്താണത് എന്ന് നിങ്ങൾ മറക്കരുത്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം തൻ്റെ മക്കളുടെ നന്മ ആഗ്രഹിച്ചിട്ട് തൻ്റെ മക്കളോട് ദൈവം ഒരു വചനം കൽപ്പിച്ചിരിക്കുകയാണ്. ദൈവം ഒരു കൽപ്പന തന്നെ കൊടുത്തിരിക്കുകയാണ്. സുപ്രഭാഷകൻ 29:2, കടം വാങ്ങിച്ചാൽ സമയത്തിന് തന്നെ അത് തിരിച്ചു കൊടുക്കണം. അത് തിരിച്ചു കൊടുക്കണം. അത് നീ കൊടുക്കാതെ നിൻ്റെ ഭവനത്തിൽ നീ അലസത കാണിച്ച് പിന്നെ കൊടുക്കാം, നാളെ കൊടുക്കാം, ഇപ്പോൾ ഈ കാര്യം നടക്കട്ടെ, ഇപ്പോൾ അത് നടക്കട്ടെ, ഈ കാര്യം നടത്തിയിട്ട് ആ കാര്യം നടത്തിയിട്ട് പിന്നത്തെ വരുമാനത്തിൽ വെച്ച് കൊടുക്കാം, അങ്ങനെ നാളെ എന്ന് നീ അത് നീട്ടി വെക്കരുത്. പ്രൈസ് ദ ലോർഡ്. ഇത് ഗൗരവമുള്ളൊരു വിഷയമാണ്. ഇത് ഗൗരവമുള്ളൊരു സംഗതിയാണ്. ഇത് കുടുംബത്തിൻ്റെ സുസ്ഥിതിയെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണിത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അതുകൊണ്ട് വിശുദ്ധ ലിഖിതം ഇപ്രകാരം പഠിപ്പിക്കുകയാണ്, അങ്ങനെ ഒരു വ്യക്തി കടം വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാതിരുന്നാൽ നീ അതിൻ്റെ ഗൗരവത്തെ മനസ്സിലാക്കണം. സർപ്പവിഷം കുടിക്കാനും അണലി
കടിയേറ്റ് മരിക്കാൻ ഇടവരാൻ തക്കവിധം ഗൗരവമുള്ള ഒരു തിന്മയാണത്. ജോബിൻ്റെ പുസ്തകം 20-ാം അധ്യായത്തിൽ 16-ാം വാക്യം, അവൻ സർപ്പവിഷം കുടിക്കും, അണലിയുടെ കടിയേറ്റ് മരിക്കും, തേനും പാൽക്കട്ടിയും ഒഴുകുന്ന നദികളെ അവൻ നോക്കുകയില്ല, തൻ്റെ അധ്വാനത്തിൻ്റെ ഫലം അവൻ അനുഭവിക്കാതെ മടക്കി കൊടുക്കും, തൻ്റെ വ്യാപാര ലാഭവും അവൻ ആനന്ദം പകരുകയില്ല, തൻ്റെ വ്യാപാര ലാഭവും അവൻ ആനന്ദം പകരുകയില്ല. എന്തെന്നാൽ താൻ പണിയാത്ത വീട് അവൻ പിടിച്ചെടുത്ത്, താൻ അധ്വാനിക്കാതെ, താൻ ഒന്നും ചെയ്യാതെ, വാങ്ങിച്ചിട്ട് കൊടുക്കാതെ, അതെല്ലാം ശേഖരിച്ച് കൂട്ടിവെച്ച് അങ്ങനെ അനർഹമായ സമ്പത്ത് അനുഭവിച്ച് എന്നും ഈ ഭൂമി തല ഉയർത്തി നിൽക്കാമെന്ന് വിചാരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഇത് ഗൗരവമുള്ളൊരു വിഷയം തന്നെ. കടം വാങ്ങിച്ച് തിരിച്ചു കൊടുക്കണം, അനർഹമായ സമ്പത്ത് തിരിച്ചു കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇങ്ങനെ നിരവധി വ്യക്തികൾ കടം വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാതെ ആവശ്യമില്ലാതെ വഞ്ചിക്കപ്പെട്ടതിൻ്റെ വേദനയുള്ളത് കൊണ്ട് ഇന്ന് അനേകം ദൈവമക്കളുടെ സ്വഭാവത്തിലേക്ക് ഒരു തിന്മ കടന്നു വന്നിരിക്കുകയാണ്. തൻ്റെ സഹോദരൻ സാമ്പത്തികമായി ക്ലേശിച്ച് വേദനിക്കുന്നത് കണ്ടാലും കടം കൊടുക്കാൻ മനസ്സില്ലാതെ അവർ തങ്ങളുടെ ഹൃദയത്തെ അടച്ചു കളഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, തെറ്റാണത്. ദൈവത്തിൻ്റെ വചനം പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 29-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുന്നത്, എൻ്റെ മക്കളെ, കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെങ്കിലും നിർധനനോട് നീ കരുണ കാണിക്കണം, അവൻ നിൻ്റെ ദാനത്തിന് വേണ്ടി കാത്തിരിക്കാൻ ഇടവരുത്തരുത്. കടം കൊടുത്തിട്ട് തിരിച്ചു കിട്ടാത്തതിൻ്റെ വേദനയുമായി ഇരിക്കുന്നവരോട് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ആവശ്യമില്ലാതെ വഞ്ചിതരാകാൻ ഭയപ്പെടുന്നു. ഇത്തരം ദുഷ്ടതകൾ നിങ്ങളോട് കഴിഞ്ഞ കാലങ്ങളിൽ പലരും പ്രവർത്തിച്ചത് നിമിത്തം ഇന്ന് കടം കൊടുക്കാൻ നിങ്ങൾ മടിക്കുന്നു. എന്നാൽ വചനം പഠിപ്പിക്കുന്നു, നിങ്ങൾ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് നിർധനനോട് കരുണ കാണിക്കണം. നിൻ്റെ കടത്തിന് വേണ്ടി, നിൻ്റെ ധനത്തിന് വേണ്ടി, നിൻ്റെ ദാനത്തിന് വേണ്ടി അവൻ കാത്തിരിക്കാൻ ഇടവരുത്തരുത്. കൽപ്പനകളെ പ്രതി നീ ദരിദ്രനെ സഹായിക്കുക. കൽപ്പനകളെ പ്രതി നീ ദരിദ്രനെ സഹായിക്കുക. ആവശ്യക്കാരനെ നീ വെറും കൈയോടെ പറഞ്ഞയക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടും തിന്മയാണ്. ഒന്ന്, കടം വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാതിരിക്കുന്നത് തിന്മയാണ്. രണ്ട്, കടം കൊടുത്തിട്ട് തിരിച്ചു കിട്ടാത്ത നിമിത്തം മനോവേദനയോടെ, മനോവിഷമത്തോടെ, പിന്നെ നിർധനനോട് കരുണ കാണിക്കാതെ ഹൃദയം കൊട്ടിയടച്ചിരിക്കുന്നതും തിന്മ തന്നെ. ഈ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരട്ടെ. ഈ രണ്ട് തിന്മകളും കുടുംബത്തിന് നാശമാണ്. ഈ രണ്ട് തിന്മകളും ശാപത്തിൻ്റെ മേൽ ശാപം, തിന്മയ്ക്ക് അനർത്ഥത്തിൻ്റെ മേൽ അനർത്ഥം, തകർച്ചയ്ക്ക് മേൽ തകർച്ച കുടുംബത്തിലേക്ക് കൊണ്ടുവരുന്ന പാപങ്ങളാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കാം. പിതാവേ, ബലഹീനരായ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അവിടുത്തെ അരൂപയെ വർഷിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിലൂടെ മുന്നോട്ട് പോകാൻ തക്കവിധം വചനത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ. അനർഹമായ സമ്പത്തിന് വേണ്ടി ആർത്തിപൂണ്ട് കടം വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാതെ അതിനെക്കുറിച്ച് നെകളിച്ച് നടക്കാതിരിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് വെളിവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരിച്ചറിവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അകൃത്യത്തിൻ്റെ ഗൗരവം വെളിപ്പെടുത്തി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടം വാങ്ങിയത് വേഗം തിരിച്ചു കൊടുക്കാനുള്ള തുറവി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സത്യസന്ധത നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിൽ ഒത്തിരി പേരെ സഹായിച്ചു, ഒരുപാട് പേർക്ക് കടം കൊടുത്തു, ഒരുപാട് പേര് പറ്റിച്ചു, വഞ്ചിച്ചു, പലരും തിരിച്ചു തന്നില്ല. ഇന്ന് മനസ്സ് വേദനിച്ചിരിക്കുന്ന മക്കളെ പ്രത്യേകം സമർപ്പിക്കുന്നു. കർത്താവേ, ആ ഹൃദയങ്ങളെ ഇപ്പോൾ തൊടണമേ. ആ ഹൃദയങ്ങളുടെ വേദന അവിടുന്ന് കാണണമേ. ആ ഹൃദയങ്ങളെ അവിടുന്ന് സ്പർശിക്കണമേ. സ്നേഹം വറ്റിപ്പോകാതെ അത്യുന്നതൻ്റെ കൽപ്പനകളെ പ്രതി ദരിദ്രരോട് എന്നും കരുണയുള്ളൊരു ഹൃദയത്തോടെ ജീവിക്കാൻ അനുഗ്രഹിക്കണമേ. സഹോദരന് പണം കൊടുക്കുമ്പോൾ പലിശക്കാരനെ പോലെ പെരുമാറാതിരിപ്പാൻ ഓരോ മകനെയും മകളെയും സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. സഹോദരങ്ങളെ അറവ് ഉരുവിനെ പോലെ കാണാതിരിപ്പാൻ, ഒരു പലിശക്കാരനെ പോലെ അവനെ അളക്കാതിരിക്കാൻ സ്നേഹത്തിൻ്റെ അഭിഷേകം ഓരോ ഹൃദയങ്ങളിലേക്ക് നൽകണമേ.
ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവേ സകല ഹൃദയങ്ങളുടെ മേൽ വ്യാപരിച്ചു കൊണ്ടിരിക്കണമേ. വചനത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട് വചന വെളിച്ചത്താൽ സ്വർഗോന്മുഖമായി നടക്കാൻ തക്കവിധം കാലുകളെ ബലപ്പെടുത്തണമേ. ഹാലലുയ ഹാലലുയ ഹാലലുയ. യേശുവേ 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 യേശുവേ. ശക്തിയാൽ നിറയ്ക്കണമേ, അഭിഷേകത്താൽ ജ്വലിക്കണമേ, അഭിഷേകത്താൽ ജ്വലിപ്പിക്കണമേ, അഭിഷേകത്താൽ ജ്വലിപ്പിക്കണമേ. ഹാലലുയ 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 ഹാലലുയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ദിവ്യകാരുണ്യനാഥനായ യേശുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവനും തൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ മേൽ കരുണയെയും തൻ്റെ ആത്മാവിനെയും വർഷിച്ച് അവിടുന്ന് തൻ്റെ മക്കളെ അഭിഷേകം ചെയ്ത് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. ഈ നിമിഷങ്ങളിൽ ഹൃദയം നുറങ്ങി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ മേൽ സ്വർഗീയമായ നവജീവൻ അവിടുന്ന് നൽകുന്നു. മരവിച്ച ഹൃദയങ്ങളെ അവിടുന്ന് തട്ടി ഉണർത്തുന്നു. രോഗികൾ ഇപ്പോൾ കർത്താവിലേക്ക് ഹൃദയം ഉയർത്തട്ടെ. തകർന്നിരിക്കുന്നവരും കണ്ണുനീരിൽ കുതിർന്നവരും പലതരത്തിലുള്ള തടസ്സങ്ങൾ നിമിത്തം മനം തളർന്നിരിക്കുന്നവർ ഇപ്പോൾ യേശു ക്രിസ്തുവിനെ വിളിക്കുക. വിവാഹ തടസ്സങ്ങൾ അനുഭവിക്കുന്നവർ, സാമ്പത്തിക കടബാധ്യതകൾ നിമിത്തം മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ലാതെ സാമ്പത്തിക ഭാരത്താൽ ക്ലേശിക്കുന്നവർ യേശു ക്രിസ്തുവിനെ നാമം വിളിച്ചിപ്പോൾ പ്രാർത്ഥിക്കട്ടെ. പഠിക്കാൻ കഴിവില്ലാത്ത കുഞ്ഞുങ്ങൾ യേശുവിനെ വിളിക്കട്ടെ. മക്കളില്ലാത്ത ദമ്പതികൾ കർത്താവിനോട് പ്രാർത്ഥിക്കട്ടെ. ഈ നിമിഷങ്ങളിൽ ദൈവമായ കർത്താവ് വലിയ അത്ഭുതങ്ങൾ ചെയ്ത് കുടുംബങ്ങളെ വിടുവിക്കട്ടെ. പൈശാചിക പീഡകളിരിക്കുന്നവരിലേക്ക് ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ അത്ഭുതകരമായി പ്രവഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ വിളിച്ച് ആരാധിക്കാം. ഹാലലുയ്യ 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 ഹാലലുയ്യ. കർത്താവിൻ്റെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിച്ചു കൊണ്ടിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വലിയ വിടുതലുകൾ കുടുംബത്തിൽ സംഭവിക്കട്ടെ. രോഗികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. പലതരത്തിലുള്ള തിന്മകളിലും പീഡകളിലും മനോവിഷമങ്ങളിലും ദുഃഖഭാരത്തിലും വെറുപ്പിലും വൈരാഗ്യത്തിലും ഇരിക്കുന്നവരിൽ നിന്ന് എല്ലാ തിന്മയുടെ കെട്ടുകളും വിട്ടുമാറി ഹൃദയത്തിന് സ്വാതന്ത്ര്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്ഷമിക്കാൻ പറ്റാതിരിക്കുന്നവർ, ഒരുപാട് ദുഃഖത്താൽ തളർന്നിരിക്കുന്നവർ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ യേശുവേ സ്തോത്രം, യേശുവേ യേശുവേ സ്തോത്രം, യേശുവേ. കർത്താവേ, തകർന്ന കുടുംബങ്ങളിലേക്ക് അവിടുന്ന് വ്യാപരിക്കണമേ. തകർന്ന ഹൃദയങ്ങളിലേക്ക് അവിടുന്ന് വ്യാപരിക്കണമേ. തകർന്ന ജീവിതങ്ങളിലേക്ക് അവിടുന്ന് വ്യാപരിക്കണമേ. കണ്ണുനീരിൽ കുതിർന്ന കുടുംബങ്ങളിലേക്ക് അവിടുന്ന് വ്യാപരിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.